ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ജില്ലകളിൽ ആരംഭിച്ചു. ബൂത്തുകളിൽ സുരക്ഷാ ക്രമീകരണം ശക്തം. കേരളത്തിന് പുറമെ അസമിലും പുതുച്ചേരിയിലും നാളെയാണ് വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് ആശ്വാസം പകർന്ന് രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതമറിയിച്ച് അമേരിക്കയും ഇറാനും. തീരുമാനത്തിന് പിന്തുണ അറിയിച്ച് ഇസ്രായേൽ. വെടിനിർത്തലിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഓഹരി വിപണിയിൽ കുതിച്ചുചാട്ടി. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. സംസ്ഥാനത്ത് നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ നീളും. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 30,495 പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ 2040 എണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ്. മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നടക്കുന്നത്. പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ മയക്ക് കെട്ടിയുള്ള പ്രചാരണമോ ഇക്കാലയളവിൽ അനുവദനീയമല്ല. വോട്ടെടുപ്പ് പൂർത്തിയാക്കും വരെ സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥർ വിതരണ കേന്ദ്രങ്ങളിലെത്തി വോട്ടിംഗ് യന്ത്രങ്ങളും VVPAT മെഷീനുകളും അനുബന്ധ സാമഗ്രികളും ഏറ്റുവാങ്ങി. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് വോട്ടെടുപ്പ് നടക്കുക. 76,000 ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാനത്തുടനീളം സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുള്ളത്. കേന്ദ്രസേനയുടെ 160 സംഘങ്ങളും സംസ്ഥാനത്തെത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നാളെ പൊതു അവധി നൽകിയിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കടക്കം വേതനത്തോടു കൂടിയ അവധി ബാധകമാണ്. തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണിയോടെ ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലെ 3173 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു പ്രിസൈഡിംഗ് ഓഫീസർ, 3 പോളിംഗ് ഓഫീസർമാർ, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരാണ് ഓരോ ബൂത്തിലുമുള്ളത്. വോട്ടർ പട്ടികയുടെ പകർപ്പ്, ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികളാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നത്. ഇവ സസൂക്ഷ്മം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ അവരവരുടെ ബൂത്തുകളിലേക്ക് കൊണ്ടുപോകുന്നത്. വിതരണ കേന്ദ്രങ്ങളിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്ന സാധ്യതയുള്ള ബൂത്തുകൾ കണ്ണൂർ ജില്ലയിലാണെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 3000-ലേറെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ 37 കമ്പനി കേന്ദ്രസേനയെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 771 പ്രശ്നസാധ്യതാ ബൂത്തുകൾ ഉള്ളതായാണ് കണക്കാക്കുന്നത്. പ്രശ്നസാധ്യതയുള്ള ബൂത്തുകളിൽ 493 മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. വെബ്കാസ്റ്റിംഗിന് പുറമെ എല്ലാ ബൂത്തുകളുടെയും അകത്തും പുറത്തും പ്രത്യേക ക്യാമറകൾ സ്ഥാപിച്ചു. വോട്ടെടുപ്പിന്റെ മുഴുവൻ ദൃശ്യങ്ങളും CCTV ക്യാമറ വഴി ജില്ലാതല കൺട്രോൾ റൂമിൽ നിന്നും മണ്ഡലം തല കൺട്രോൾ റൂമിൽ നിന്നും തത്സമയം നിരീക്ഷിക്കും. വോട്ടെടുപ്പിന് പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിട ക്രമീകരണം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ പോളിംഗ് ബൂത്തുകളിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്ന് അവകാശപ്പെടുന്ന ചില വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് വിശദീകരണം. പോളിംഗ് ഏജന്റുമാരെ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും മാറ്റമില്ലാതെ തുടരുമെന്നും കമ്മീഷൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതും സുരക്ഷാ സംവിധാനങ്ങളും കണക്കിലെടുത്താണ് നടപടി. മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനായി ചില ജില്ലകളിൽ ഹരിത മൊബൈൽ പൗച്ചുകളും ഏർപ്പെടുത്തും. കേരളത്തിന് പുറമെ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. പശ്ചിമ ബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തവരുടെ എണ്ണം 91 ലക്ഷമായി. മുൻപ് നീക്കം ചെയ്ത 63 ലക്ഷം പേർക്ക് പുറമെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ പരിശോധനയ്ക്ക് ശേഷം 27 ലക്ഷം വോട്ടർമാർ കൂടി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. മുർഷിദാബാദ്, നോർത്ത് 24 പർഗനാസ്,
മാൽദ, നാദിയ ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ പട്ടികയിൽ നിന്നും പുറത്തായത്. 2 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ ഈ മാസം 23, 29 തീയതികളിലാണ് വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം പകർന്ന് അമേരിക്കയും ഇറാനും 2 ആഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതം അറിയിച്ചു. തീരുമാനത്തിന് ഇസ്രായേലും പിന്തുണ അറിയിച്ചു. ഇരുവശത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ ഉടൻ നിർത്തിവെക്കാനും ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നു നൽകാനുമാണ് ധാരണ. കരാർ നയതന്ത്രത്തിന്റെ വിജയമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ US അംഗീകരിച്ചത് വിജയമാണെന്ന് ഇറാൻ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ വ്യക്തമാക്കി. ആക്രമണം 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാനുള്ള തീരുമാനത്തിന് പിന്തുണ അറിയിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വെടിനിർത്തലിൽ ലെബനൻ ഉൾപ്പെടുന്നില്ലെന്നും അറിയിച്ചു. എന്നാൽ ശാശ്വത വെടിനിർത്തലിന് ഇസ്രായേൽ ലെബനനിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ തീരുമാനത്തെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു. USഉം ഇറാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായതോടെ ആഗോള എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബ്രന്റ് ക്രൂഡ് വില 16% ഇടിഞ്ഞ് ബാരലിന് $92 രാജ്യത്തെ ഓഹരി വിപണികളും കുതിച്ചുയർന്നു. സെൻസസ് 2734 പോയിന്റ് നേട്ടത്തിൽ 77,350 നിഫ്റ്റി 813 പോയിന്റ് ഉയർന്ന് 23,936 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 2,920 രൂപ വർദ്ധിച്ച് 1,12,800 രൂപയും ഗ്രാമിന് 14,100 രൂപയുമാണ് ഇന്നത്തെ വില. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. വായ്പാ പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ GDP 7.6%, നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇത് 6.9% പ്രതീക്ഷിക്കുന്നതെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. Of April to deliberate and decide on the policy repo rate after a detailed assessment of the evolving macroeconomic and financial developments and the outlook. The MPC voted unanimously to keep the policy repo rate unchanged under the liquidity facility at 5.25%. Consequently, the STF rate remains at 5% and the MSF rate and the bank rate at 5.5%. 4.6% CPI പണപ്പെരുപ്പമാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കണക്കാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി, എൽനിനോ പ്രതിഭാസം എന്നിവ പണപ്പെരുപ്പം ഉയരാൻ കാരണമായേക്കുമെന്ന ആശങ്കയും RBI ഗവർണർ പങ്കുവച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഖലീലുർ റഹ്മാൻ ഇന്നലെ വൈകുന്നേരമാണ് ഇന്ത്യയിലെത്തിയത്. വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി വിക്രം മിശ്രയുടെ 3 ദിവസത്തെ US സന്ദർശനത്തിന് ഇന്ന് തുടക്കം. വാഷിംഗ്ടൺ DC-യിലെത്തുന്ന അദ്ദേഹം US ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി വ്യാപാരം, പ്രതിരോധം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങൾക്കും താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും കൂടിക്കാഴ്ചകളിൽ ചർച്ചയാകും. ബനിഹാലിന് സമീപം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാത 44 വീണ്ടും അടച്ചു. റംബാൻ ജില്ലയിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയാണ് മണ്ണിടിച്ചിലിന് കാരണമായത്. തുടർച്ചയായി പെയ്യുന്ന മഴ പാത വീണ്ടും തുറക്കാനുള്ള പ്രവർത്തനങ്ങൾ ദുഷ്കരമാക്കുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് താപനില ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മൊഹ്സിന കെദുവായി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. നോയിഡയിലെ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. പ്രമുഖ നേതാക്കൾ മൊഹ്സിന കെദുവായുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ജില്ലകളിൽ ആരംഭിച്ചു. ബൂത്തുകളിൽ സുരക്ഷാ ക്രമീകരണം ശക്തം. കേരളത്തിന് പുറമെ അസമിലും പുതുച്ചേരിയിലും നാളെയാണ് വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് ആശ്വാസം പകർന്ന് 2 ആഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതമറിയിച്ച് അമേരിക്കയും ഇറാനും. തീരുമാനത്തിന് പിന്തുണ അറിയിച്ച ഇസ്രായേൽ. വെടിനിർത്തലിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഓഹരി വിപണിയിൽ കുതിച്ചുചാട്ടം. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.